ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗീ എന്നുള്ളതാണ്. ഗീ അതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവാപറേറ്റഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പൗഡർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ ബൈ പ്രൊഡക്ട്സ് ഓഫ് മിൽക്കിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി കവർ ചെയ്യും. സോ നമുക്ക് ഗീയിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗീ അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ക്ലാരിഫൈഡ് ഫാറ്റ്, ഇറ്റ്സ് എ ക്ലാരിഫൈഡ് ബട്ടർ. So, എങ്ങനെയാണ് ഈ ഗീ പ്രിപ്പയർ ചെയ്യുന്നത്? ഹൗ ഇസ് ദിസ് ക്ലാരിഫൈഡ് ഫാറ്റ് അല്ലെങ്കിൽ ക്ലാരിഫൈഡ് ബട്ടർ പ്രിപ്പയർഡ് ആൻഡ് അതിന്റെ കോമ്പോസിഷൻ കാര്യങ്ങൾ ആദ്യം നോക്കാം. സോ യു കെൻ ഡിഫൈൻ ഗീ ആസ് clarified fat which is prepared from cream of cow or buffalo milk. ഈ കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫലോ മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്രീമിനെ ക്ലാരിഫൈ ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഗീ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ വെണ്ണ ഉരുക്കിയിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. സെയിം സംഭവം, അതിനാണ് നമ്മൾ ക്ലാരിഫൈഡ് ഫാറ്റ് എന്ന് പറയുന്നത്. FSSAI പറയുന്ന ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ it means the pure clarified fat derived solely from milk or curd or from desi butter or from cream to which no coloring matter or preservative has been added. So ഇവിടെ ശ്രദ്ധിക്കുക, കളറിംഗ് മാറ്റർ ഒന്നും തന്നെ നമ്മൾ ഗീയിൽ ആഡ് ചെയ്യുന്നില്ല. should be free from any sort of coloring matter. നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്നത് എന്താണ്? You can take milk or curd from desi butter അല്ലെങ്കിൽ from any sort of cream. അതിനെ നമ്മൾ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് ഒരു പ്രിസർവേറ്റീവോ കളറിംഗ് മാറ്റർ ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗീ എന്ന് പറയുന്നത്. The largest ghee producing states are UP, Andhra Pradesh, Punjab, Rajasthan, Madhya Pradesh, Bihar, Haryana, etc. The word ghee is evolved from the Sanskrit word ghee. Ghee is a common Indian name for clarified butter fat. അപ്പൊ സിമ്പിൾ ആയിട്ട് ഗീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ആണ്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, which of the following product is clarified butter fat? ഈ ക്ലാരിഫൈ ചെയ്തിട്ട് കിട്ടുന്ന ബട്ടർ ഫാറ്റിനെ ക്ലാരിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗീ ആണ്. അതായത് നമ്മൾ ബട്ടർ ഫാറ്റിനെ ഉരുക്കിയിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഗീ എന്ന് പറയുന്നത്. The word itself stems from the old Sanskrit ghee, which means bright or to make bright. Buffalo milk is preferred for ghee preparation because being richer in fat content than any other type of milk, it gives large yield of ghee. നമുക്കറിയാലോ ബഫലോ മിൽക്കിനാണ് ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ളത്. ഏകദേശം 6%, 5 to 6% അടുത്ത് ഫാറ്റ് ബഫലോ മിൽക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബഫലോ മിൽക്കാണ് ഘീ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് പഠിച്ചത്? ക്ലാരിഫൈഡ് ആയിട്ടുള്ള ബട്ടർ ഫാറ്റ് ആണ് ഗീ എന്ന് പറയുന്നത്. അത് നമുക്ക് സോർട്ട് ഓഫ് പ്രിസർവേറ്റീവും കളറും ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പഠിച്ചത്. Now coming to the some important points. ഇത് നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസും ഈ ടെസ്റ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ജസ്റ്റ് ഒരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിച്ചാൽ മതി. ചോദിക്കാൻ ചാൻസസ് ഉള്ള പോയിന്റ്സ് ആണ്, അതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതുമാണ്. സോ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. Ghee may contain butylated hydroxyl anisole BHA at concentration not exceeding 0.02%. BHA content in ghee എന്ന് പറയുന്നത് it should not exceed 0.02%. അതുപോലെ തന്നെ ബോർഡോയിൻ ടെസ്റ്റ് നമ്മൾ ഗീയിൽ പെർഫോം ചെയ്യുമ്പോൾ it should be negative. പോസിറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ it indicates the presence of dalda, അതായത് hydrogenated vegetable fat as an adulterant in ghee. ഗീയിൽ വളരെ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു അഡൾട്രന്റ് ആണ് ഡാൽഡ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഗീയും ഡാൽഡയും കാണുമ്പോൾ തന്നെ ഭയങ്കര ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും ഗീയില് അഡൾട്രന്റ് ആയിട്ട് ഡാൽഡ അല്ലെങ്കിൽ വെജിറ്റബിൾ ഹൈഡ്രോജനേറ്റഡ് ആയിട്ട് വെജിറ്റബിൾ ഫാറ്റ് മിക്സ് ചെയ്യാറുണ്ട്. നമ്മൾ എനി സോർട്ട് ഓഫ് ഡാൽഡ എഡിഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ബോർഡോയിൻ ടെസ്റ്റ്. ബോർഡോയിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഡാൽഡ അതിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ബോർഡോയിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഗീയിലെ എപ്പോഴും ബോർഡോയിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രേഡ് ഡെസിഗ്നേഷൻ ഓഫ് ഗീ ആസ് പെർ അഗ്മാർക്ക് ആണ്. എഗ്മാർക്ക് ഓരോ ഗ്രേഡ് ഓഫ് ഗീ പറയുന്നുണ്ട്. അതിൽ സ്പെഷ്യൽ ഗ്രേഡ് ഗീക്ക് അവർ പറയുന്ന കളർ, ബോർഡിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. ആൻഡ് ജനറൽ ഗ്രേഡിലുള്ള ഗീ ആണെങ്കിൽ അതിൽ ഗ്രീൻ കളർ ആണ്. സ്റ്റാൻഡേർഡ് ഗീ ആണെങ്കിൽ ചോക്ലേറ്റ് കളർ ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് സെക്കൻഡ് സ്ലൈഡ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളിതിൽ 3 പോയിന്റ്സ് ആണ് പഠിച്ചത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗീയിലുള്ള BHA കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 0.02%. ബോർഡോയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ബോർഡോയിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോജനേറ്റഡ്
വെജിറ്റബിൾ ഫാറ്റ് അല്ലെങ്കിൽ ഡാൽഡ വെച്ചിട്ട് അഡൾട്രേഷൻ എന്തെങ്കിലും ഗീല് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അതിന്റെ അർത്ഥം ഗീല് നമ്മൾ ഡാൽഡ വെച്ചിട്ട് അഡൾട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എപ്പോഴും ബോഡോയിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം. ആൻഡ് ഫൈനലി നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ച കാര്യം എന്ന് പറയുന്നത് അഗ്മാർക്കിന്റെ ഗ്രേഡ് ഡെസിഗ്നേഷൻ ആണ്. അഗ്മാർക്ക് പറയുന്നത് സ്പെഷ്യൽ ഗ്രേഡ് ഗീ ആണെങ്കിൽ നമ്മളൊരു റെഡ് കളർ കോഡ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു സർക്കുലർ ബോർഡർ ടു ദ ലേബിൾ, അതിന്റെ കളറും റെഡ് ആയിരിക്കണം. അതുപോലെ സ്പെഷ്യൽ ജനറൽ ഗ്രേഡ് ഗീ ആണെങ്കിൽ അതിന് ഗ്രീൻ കളറാണ്, സ്റ്റാൻഡേർഡ് ഗീ ആണെങ്കിൽ അതിന് ചോക്ലേറ്റ് കളറുമാണ് എഗ്മാർക്ക് പറയുന്ന ഗ്രേഡ് ഡെസിഗ്നേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ ഗ്രേഡിന് റെഡ്. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും റെഡിലല്ലേ മാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഓർക്കുക. അപ്പൊ സ്പെഷ്യൽ ഗ്രേഡ് ഗീക്ക് റെഡ് കളറാണ്, ജനറലിന് ഗ്രീൻ കളർ, ജനറലിന് ഗ്രീൻ കളർ, ആൻഡ് സ്റ്റാൻഡേർഡ് ചോക്ലേറ്റ് ആണ്. എപ്പോഴും നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത് ചോക്ലേറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കോഡ് ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഗ്രേഡ് ഡെസിഗ്നേഷൻ പഠിച്ചു വെക്കുക. നൗ കമ്മിങ് ടു ദി കളർ ഓഫ് ഗീ. കളർ ഓഫ് ഗീ എന്ന് പറയുന്നത് യു നോ ദാറ്റ് വൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് ടിന്റ്. നമുക്കറിയാം ചെറിയൊരു യെല്ലോയിഷ് ടിന്റ് അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് ലൈം ഗ്രീൻ ടിന്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗീ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട്. ഓക്കെ, ദെൻ ടെക്സ്ചർ എന്ന് പറയുന്നത് അതിലുള്ള സോളിഡ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ഗ്രാനുലർ സ്ട്രക്ചർ. നമുക്കറിയാം ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും ഗീക്ക് എന്ന് പറയുന്നത്. സോ അതിന്റെ ടെക്സ്ചർ ഒരു ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മുടെ ഗീക്ക് എപ്പോഴും ഉണ്ടാവുക. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ കാണാറുള്ള ഒരു തരിതരിപ്പ് ഉണ്ടാവും. നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ, എണ്ണ ഉരുക്കിയെടുക്കുമ്പോൾ ഈ തരിതരിപ്പ് വരുന്ന പോർഷനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ ഫ്ലേവർ ഓഫ് ഗീ, it should have a pleasant, cooked and rich flavor. Okay, the taste is usually characteristic of milk fat. Slightly acidic flavor is sometimes preferred. Okay, നമുക്ക് ആ ഒരു ഗീക്ക് ഫ്ലേവർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിൽക്കിലുള്ള ഫാറ്റ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമിലെ മിൽക്ക് ഫാറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫാറ്റിന്റെ കാരണമാണ് അതിലൊരു ക്യാരക്ടറിസ്റ്റിക് റിച്ച് പ്ലസന്റ് ഫ്ലേവർ നമ്മുടെ ഗീക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ചില കേസസ് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അസിഡിക് ഫ്ലേവറും ഗീക്ക് വരാറുണ്ട്. Then the desi ghee, which is prepared from makhan is butter. So this desi ghee, which is prepared from makhan, it contains many aromatic compounds formed during the fermentation of the ghee and subsequent fractionation into makhan. These impart a distinctive characteristic flavor. Use of ripened cream butter helps in improving the flavor of resultant ghee. Okay, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബട്ടറിന്റെ അല്ലെങ്കിൽ ക്രീമിന്റെ ഫ്ലേവർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഗീയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരോ റൈപ്പനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഗീയിലേക്ക് വരുന്നുണ്ടാവുക. Now, physical characteristics, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണുന്നതാണ് ഗീ. ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിപ്പോവാ. PSC വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഗീ എന്ന് പറയുന്നത്. അപ്പൊ ഗീന്റെ മെൽറ്റിംഗ് റേഞ്ച് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് 28 to 44 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 28 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗീന്റെ മെൽറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ബ്യൂട്ടൈറോ റിഫ്രാക്ടോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 40 to 45 at 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസിൽ DR റീഡിംഗ് എന്ന് പറയുന്നത് 40 to 45 ആണ്. സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 220. ഓക്കെ, 220 എന്ന് കുറച്ച് മേലോട്ട് ഹയർ വാല്യൂസ് ആണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. Then റിച്ചർഡ് മിസിൽ വാല്യൂ, RM വാല്യൂ ഓഫ് കൗ ഗീ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇസ് അബൌട്ട് 26. ഓക്കെ, പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നതാണ്. RM വാല്യൂ എന്ന് പറയുന്നത് 26 ആണ് കൗ ഗീക്ക്. ആൻഡ് ദാറ്റ് ഫോർ ബഫലോ ഗീ ഇസ് അബൌട്ട് 32. Then however ghee made from milk of animal fed cotton seed. Okay, അത് നമുക്ക് വേണ്ട, ജസ്റ്റ് വായിച്ചിട്ടേക്കാം. കോട്ടൺ സീഡ് ഫീഡ് ചെയ്ത ആനിമൽസിന്റെ മിൽക്ക് ആനിമൽസിന്റെ RM വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഹസ് ഗോട്ട് മച്ച് ലോവർ വാല്യൂ. കൗഗീന്റെയും ബഫലോഗിന്റെയും നോക്കുമ്പോൾ കോട്ടൺ സീഡ് ഫെഡ് ആയിട്ടുള്ള മിൽക്ക് ആനിമൽസിനുള്ള RM വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. Then Polanski value of cow ghee is 2 to 3. Okay, which is for cow ghee. And coming on to buffalo ghee, Polanski value എന്ന് പറയുന്നത് 1 to 1.5 ആണ്. നിങ്ങൾ ഇതിന്റെ ഒന്നും ഡീറ്റെയിലേക്കും ഡെപ്തിലേക്ക് പോട്ടെ. ഈ ഒരു വാല്യൂസ് ന്യൂമറിക്കൽസ് അങ്ങനെ പഠിക്കുക. RM വാല്യൂ, പൊലൻസ്കി വാല്യൂ, അയഡിൻ വാല്യൂ, സാപ്പോണിഫിക്കേഷൻ, ബ്യൂട്ടൈറോ റിഫ്രാക്ടോമീറ്റർ റീഡിംഗ്, അതുപോലെ മെൽറ്റിംഗ് പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് RM വാല്യൂ 26 ഫോർ കൗ ഗീ ആൻഡ് ഫോർ ബഫലോ ഗീ 32 എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഇനി
കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഗീ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. റീസെന്റ് കഴിഞ്ഞാൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഏറ്റവും കൂടുതൽ ഗീയിലുള്ളത് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. 99.5 അല്ലെങ്കിൽ 99 to 99.5% ഏറ്റവും കൂടുതലുള്ളത് ഫാറ്റ് പെർസെന്റേജ് ആണ് ഗീയിലുള്ളത്. നമ്മൾ ഈ ഫാറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഗീ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അതിലുള്ള ഫാറ്റ് കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദ തിങ് ഇസ് മോയ്സ്ചർ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കണം, ലെസ് ദാൻ 0.5%. അല്ലെ, ചെറിയൊരു എമൗണ്ട് മോയ്സ്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കലി അറിയാം പെട്ടെന്ന് ഇത് കാറിപ്പോകും, നമ്മുടെ ഗീ പെട്ടെന്ന് കാറിപ്പോകും. അതുകൊണ്ട് മോയ്സ്ചർ എപ്പോഴും വളരെ വളരെ കുറവായിരിക്കും. ഇല്ലാന്ന് തന്നെ പറയാം, ഇറ്റ് ഇസ് ലെസ് ദാൻ 0.5. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കെരോട്ടീൻ. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബാക്കിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഫാറ്റ് ആൻഡ് മോയ്സ്ചർ ആണ്. ഫാറ്റ് 99.5 മോയ്സ്ചർ ലെസ് ദാൻ 0.5 പഠിക്കാം. കെരോട്ടീൻ നമുക്ക് ബാക്കി ജസ്റ്റ് നമുക്ക് നോക്കിച്ചു നോക്കാം. കെരോട്ടീൻ എന്ന് പറയുന്നത് 3.2 to 7.4 ആണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് 19 to 34 ആണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 302 to 362 ആണ്. ടോക്കോഫിറോൾ എന്ന് പറയുന്നത് 26 to 42 ആണ്. ഫ്രീ ഫാറ്റി ആസിഡ് പെർസെന്റേജ് എന്ന് പറയുന്നത് 2.8 ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് സ്ലൈഡ്. ഓക്കെ, റിഫ്രാക്ടോമീഡിയം ചില ബുക്കിലൊക്കെ 40 to 43 എന്ന് കാണാറുണ്ട്. നിങ്ങൾ ഈ ഒരു റേഞ്ച് പഠിക്കുക, അപ്പൊ നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. 40 to 43 കണ്ടു കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങളൊരു 40 to 45 എന്ന് പഠിക്കുക. ആരം വാല്യൂ 26 പഠിക്കുക. ഫ്രീ ഫാറ്റി ആസിഡ് 2.8, ചില കേസസിൽ 3 എന്ന് കാണാറുണ്ട്. എന്നാലും 2.8 to 3% എന്നുള്ള രീതിയിൽ പഠിക്കാം. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഗീന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഗീ എന്താണ്? ഇറ്റ് ഇസ് ക്ലാരിഫൈഡ് ഫാറ്റ് വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം മിൽക്ക് അല്ലെങ്കിൽ ഫ്രം ദേസി ബട്ടർ അല്ലെങ്കിൽ ഫ്രം ക്രീം ടു വിച്ച് യു ഹാവ് ആഡഡ് നോ പ്രിസർവേറ്റീവ് ആൻഡ് നോ കളറിംഗ് മാറ്റർ. പിന്നെ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ്സ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഗീ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 4 മെത്തേഡ്സ് ആണ് ഗീ പ്രിപ്പറേഷൻ ഉള്ളത്. ആദ്യത്തത് ഇൻഡിജീനിയസ് മെത്തേഡ് ബൈ യൂസിങ് മക്കൻ, അതായത് ബട്ടർ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഡയറക്റ്റ് ക്രീം ഹീറ്റിംഗ് മെത്തേഡ്. പിന്നെ ഉള്ളത് ക്രീമറി ബട്ടർ മെത്തേഡ്. Then that can be with or without pre-stratification. Then we have got continuous method. ഇത്രയും മെത്തേഡ് ആണ് നമുക്ക് ഗീ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇൻഡിജീനിയസ് മെത്തേഡ് അല്ലെങ്കിൽ ദേസി മെത്തേഡ് എന്ന് പറയാം, ഡയറക്റ്റ് ക്രീം മെത്തേഡ്, ക്രീമറി മെത്തേഡ്, അത് തന്നെ with or without pre-stratification ആൻഡ് കണ്ടിന്യൂസ് മെത്തേഡ്. ഇതില് ആദ്യത്തെ രണ്ടാമത്തെ നമ്മുടെ ക്രീമറി ബട്ടർ മെത്തേഡും ഡയറക്റ്റ് ക്രീം മെത്തേഡ് രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡാണ് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. കാരണം ഈ 2 മെത്തേഡ്സിൽ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് നമ്മുടെ DC മെത്തേഡ് തന്നെ, ഡയറക്റ്റ് ക്രീം മെത്തേഡ് തന്നെ ഷെൽഫ് ലൈഫ് നമുക്ക് കിട്ടുന്ന ഗീന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ക്രീമറി ബട്ടർ മെത്തേഡിനെക്കാട്ടും കൂടുതലായിരിക്കും. ഏറ്റവും ഫ്യൂവൽ എക്കണോമി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഫ്യൂവൽ എക്കണോമി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് ആണ്. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത് ക്രീമറി ബട്ടർ മെത്തേഡും ഡയറക്റ്റ് ക്രീം മെത്തേഡും ആണ്. ഷെൽഫ് ലൈഫ് ഏറ്റവും കൂടുതൽ തരുന്നത് DC മെത്തേഡ്, ഡയറക്റ്റ് ക്രീം മെത്തേഡിൽ പ്രിപ്പയർ ചെയ്ത ഗീക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോരോ മെത്തേഡിന്റെയും ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അതിന്റെ മുന്നേ ഇൻ ജനറൽ ഈ ഏത് മെത്തേഡ് എടുത്താലും ഇതിൽ ജനറലി ഇൻവോൾവ് ചെയ്യുന്നത് 3 സ്റ്റെപ്പാണ്. അതായത് ഇതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഗീ മേക്കിങ്ങിലുള്ളത് 3 മെയിൻ സ്റ്റെപ്പാണ്. ആദ്യത്തത് കോൺസെൻട്രേഷൻ ഓഫ് മിൽക്ക് ഫാറ്റ്, അതായത് നമ്മൾ ആ പാലിൽ നിന്ന് നമുക്ക് മിൽക്ക് ഫാറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കണം എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആ പ്രോസസ് ആണ് ഇൻ ജനറൽ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് മിൽക്ക് ഫാറ്റ്. സെക്കൻഡ്ലി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഹീറ്റ് ക്ലാരിഫിക്കേഷൻ ആണ്. അല്ലെ, നമ്മൾ ഈ വെണ്ണ ഉരുക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനാണ് ഹീറ്റ് ക്ലാരിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫാറ്റ് റിച്ച് ആയിട്ടുള്ള മിൽക്ക് പോർഷൻ, നമ്മുടെ ക്രീം ആയിക്കോട്ടെ മക്കൻ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും നമ്മൾ അതിനെ ഹീറ്റ് ക്ലാരിഫൈ ചെയ്യണം. അങ്ങനെ ഹീറ്റ് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ഫ്രോത്തിങ് ഇങ്ങനെ പതച്ച് നിറഞ്ഞ് ഇങ്ങനെ വരുന്നത് കാണാം. ഈ പതച്ച് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഗീ പോർഷൻ ഉണ്ടാവും, ഒരു ഓയിൽ പോർഷൻ ബട്ടർ ഓയിൽ പോർഷനും കാണാം. അപ്പൊ ഈ മെൽറ്റഡ് ആയിട്ടുള്ള ഓയിൽ പോർഷനെ ഈ ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഗീനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ റിമൂവൽ ഓഫ് റെസിഡ്യൂ ഫ്രം ദ പ്യുവർ ഹീറ്റ് ക്ലാരിഫൈഡ് ഫാറ്റ്. അപ്പൊ ഈ 3 സ്റ്റെപ്സ് ആണ് ഇൻ ജനറൽ ഈ മേക്കിംഗ് വരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ഓഫ് ഗീ മേക്കിംഗ് നോക്കാം. ഫസ്റ്റ് വൺ ദേസി മെത്തേഡ്. ദേസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഒരു വുഡൻ ബീറ്റർ യൂസ് ചെയ്തിട്ട് തൈര് കടഞ്ഞ് ബട്ടർ ഉണ്ടാക്കുന്ന പരിപാടി, അതിനാണ് ദേസി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെത്തേഡിൽ നമുക്ക് ഫാറ്റ് റിക്കവറി എന്ന് പറയുന്നത് ഒരു 75 to 85% ഉണ്ടാവുള്ളൂ. ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന അത്രത്തോളം ഒരു എക്സ്ട്രാക്ഷൻ നമുക്ക് ദേസി മെത്തേഡ് വെച്ച് കിട്ടിക്കൊള്ളുന്നില്ല. ഒരു വുഡൻ ലാഡിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫാറ്റ് റിക്കവറി ചെയ്യുന്നത്. അപ്പൊ ഒരു 75 to 85% ഈ ഒരു മെത്തേഡിന് റിക്കവറി ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ തൈര് കടഞ്ഞ് നമ്മൾ ബട്ടർ ഉണ്ടാക്കി ഇനി നമ്മൾ അതിനെ
ബട്ടർ ഫാറ്റ് നമ്മൾ ഒരു 80°C നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു മെറ്റൽ പാനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നല്ല എക്സസീവ് ആയിട്ട് ഫ്രോത്തിങ് നടക്കുന്നത് കാണാം. അങ്ങനെ ഫ്രോത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഗ്രാനുലേറ്റഡ് ബട്ടർ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിത് വീട്ടിൽ ചെയ്യുന്ന പരിപാടി തന്നെ. സോ അതാണ് ഇൻഡിജീനിയസ് മെത്തേഡ്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലുള്ളത് ഈ ബട്ടർ വരെയുള്ള സ്റ്റെപ്പ് നമുക്കറിയാം. ബട്ടർ മേക്കിങ്ങിന്റെ സെയിം സ്റ്റെപ്പാണ്. മിൽക്ക് എടുക്കുന്നു, നമ്മൾ ബോയിൽ ചെയ്യുന്നു, ഫെർമെന്റ് ചെയ്യുന്നു, അതിൽ നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നു, ടേണിങ് ചെയ്യുന്നു, അങ്ങനെ കടന്നിട്ട് നമുക്ക് ബട്ടർ കിട്ടി. ഇനി ബട്ടറെ നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ക്ലാരിഫൈഡ് ഫാറ്റ് അല്ലെങ്കിൽ കേർഡ് കിട്ടും. അതിന് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഗീ മാത്രം കളക്ട് ചെയ്യും. അതാണ് ഒരു ദേസി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡിജീനിയസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ബട്ടർ അല്ലെങ്കിൽ ട്രഡീഷണൽ അൺസോൾട്ടഡ് ബട്ടർ ഇസ് മെയ്ഡ് ബൈ ഹാൻഡ് ടേണിംഗ് ഓഫ് ഹോൾ മിൽക്ക് ദഹി അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഹാൻഡ് ടേണിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു ഉടൻ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഉടൻ എന്താ പറയുക, നമ്മൾ കടയുന്ന സാധനമല്ല, ഉടൻ ബീറ്റർ വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ദെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ സ്റ്റീം ജാക്കറ്റഡ് വെസൽ അല്ലെങ്കിൽ ഒരു ഗീ ബോയിലർ ആൻഡ് ദിസ് ഹീറ്റഡ് ടു അബൌട്ട് 110 to 120°C. ചിലപ്പോൾ 80°C എഴുതി കാണാറുണ്ട്. So then it is constant stirring is also done to evaporate practically all of the moisture. നമുക്കറിയാം ഏകദേശം എല്ലാ മോയ്സ്ചറും റിമൂവ് ചെയ്യണം. നമ്മൾ ഒരു 0.5% മാക്സിമം അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റിർ ചെയ്തിട്ട് ഇത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഗീ റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ് വഴി ഈ ഗീ റെസിഡ്യൂനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് കണ്ടെയ്നേഴ്സിൽ, ടിന്നിലോ അല്ലെങ്കിൽ പൗച്ചസിലോ നമ്മൾ ഈ ഗീനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ഒരു ഇൻഡിജീനിയസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ഡയറക്റ്റ് ക്രീം ഹീറ്റിംഗ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് ക്രീം ഹീറ്റിംഗ് മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുന്നത്, മിൽക്കിനെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. നമ്മൾ അതിലുള്ള ക്രീമിനെയും ഫാറ്റിനും സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് പ്രോസസ്. നമുക്ക് ക്രീമിനെ അല്ലെങ്കിൽ ഫാറ്റിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാനുള്ളത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. ഏകദേശം ഒരു 114°C നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. ഒരു ഗീ കെറ്റിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഈ നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ദർ വിൽ ബി എഫർവെസൻസ്, ഒരു നന്നായിട്ട് പതയാൻ തുടങ്ങും. ഇതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എഫർവെസൻസ്, ഒന്ന് പതഞ്ഞു നിന്ന് പിന്നെ ഒരു പത വന്ന് തുടങ്ങി അത് അവസാനിക്കുന്നതാണ് അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് അത് ആ ഒരു സെക്കൻഡ് എഫർവെസൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം ബ്രൗൺ കളർ ഗീ പാർട്ടിക്കിൾസ് ഫോം ആയിട്ടുണ്ടാവും. ഇതാണ് ഒരു ഡയറക്റ്റ് ക്രീം ഹീറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 114°C ആണ് മോസ്റ്റ് ബുക്സിൽ കാണാറ്. യു ക്യാൻ സ്റ്റഡി എ ടെമ്പറേച്ചർ റേഞ്ച് 110 to 120°C. Okay, the ghee is cream is taken in a ghee boiler and heating is continued till the temperature of about 114°C is attained. Then it is followed by removal of ghee residue. നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ ജസ്റ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമുക്ക് സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. Then the ghee which is now freed of ghee residue, you have to cool it to about 40 to 42°C. Then you can package it. Okay, ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്, അതായത് ഡയറക്റ്റ് ക്രീം ഹീറ്റിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. Then we have got creamery butter method. Creamery butter method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ബട്ടർ ആണ്. ഓക്കെ, സോ ഏത് ക്രീം പ്രൊഡക്ഷൻ മെത്തേഡിലാണ് നമ്മൾ ക്രീമറി ബട്ടർ അല്ലെങ്കിൽ വൈറ്റ് ബട്ടർ യൂസ് ചെയ്തിട്ട് ഗീ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്രീമറി ബട്ടർ മെത്തേഡ്. ഓക്കെ, ഇവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൈറ്റ് ബട്ടർ. ഓക്കെ, ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഡയറി ഗീ മേക്കിംഗ്. ഓക്കെ, ഡയറി ഗീ മേക്കിംഗിന്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ് ക്രീമറി ബട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ ബട്ടർ മാസിനെ നമ്മൾ മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്ത ബട്ടർ മാസിനെ നമ്മൾ ഗീ ബോയിലറിലേക്ക് ഇട്ട് കൊടുക്കണം. ദെൻ യു ഹാവ് ടു ഫിൽട്ടർ ഔട്ട്. പിന്നത്തെ സ്റ്റെപ്പ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ ഇവിടെയും ഹീറ്റിംഗ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് പഠിക്കാം. ഇറ്റ് ഇസ് 114°C. ഓക്കെ, സോ ഇത്രയും സ്റ്റെപ്പ് സെയിം ആണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ തന്നെ. മിൽക്കിനെ വാം ചെയ്യലും ക്രീം സെപ്പറേറ്റ് ചെയ്യലും പാസ്ചറൈസ് ചെയ്യലും കൂൾ ചെയ്യലും ജേർണിങ് ചെയ്യലും ബട്ടർ ഉണ്ടാക്കലും. അങ്ങനെ നമ്മൾ ബട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബട്ടറിനെ ഒരു ബട്ടർ മെൽറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യിക്കുക. മെൽറ്റ് ചെയ്ത ബട്ടറിനെ നമ്മൾ ഒരു ഗീ ബോയിലറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബോയിൽ ചെയ്യുക 114°C. അപ്പൊ നമുക്ക് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഫാറ്റ് കിട്ടും. അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്, നമുക്ക് ഗീ റെസിഡ്യൂവും കിട്ടും ഗീയും കിട്ടും. ഓക്കെ, ആ നമ്മൾ ഒഴിവാക്കുന്ന പോർഷൻ ആണ് അതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ക്ലാരിഫൈഡ് ബട്ടർ അല്ലെങ്കിൽ ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് അല്ലെങ്കിൽ ഗീ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ക്രീമറി ബട്ടർ മെത്തേഡ്. ഓക്കെ, സോ അൺസോൾട്ടഡ് ക്രീമറി ബട്ടർ അല്ലെങ്കിൽ വൈറ്റ് ബട്ടർ, അതാണ് നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. വിച്ച് ഇറ്റ് മേ ബി ഇനീഷ്യലി മെൽറ്റഡ് ഇൻ എ ബട്ടർ മെൽറ്റർ followed by pumping into a ghee boiler. In the ghee boiler, moisture in butter is evaporated with constant stirring to reach a temperature between 110 to 120°C. Other steps followed are in the same manner as previous methods. ഇനി ഫൈനലി നമുക്കുള്ളതാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ്. ഇത് എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്.
Here, a modification to the above method involves heating the melted butter to 80 degrees Celsius, followed by quiescent storage at that temperature in a pre-stratification tank for several hours. അതായത് നമ്മൾ ബട്ടറിനെ മെൽറ്റ് ചെയ്യാണ്, നമ്മുടെ 80 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ക്വിസന്റ് സ്റ്റോറേജ്, അതായത് നമ്മൾ അതിനെ ഇളക്കുന്നൊന്നുമില്ല, വളരെ ഇനാക്റ്റീവ് ആയിട്ട് നമ്മൾ അതിനെ ആ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താവും, ആ ഒരു ടാങ്കിൽ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ സംഭവിക്കും. അതായത് പല പല ലെയറിൽ ഡെൻസിറ്റിന്റെ ഡിഫറൻസിന്റെ ബേസിസിൽ നമ്മൾ ഈ ഒരു ഹീറ്റഡ് മെൽറ്റഡ് ബട്ടർ പല പല ലെയേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, നമ്മൾ 80 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റഡ് ബട്ടറിനെ ഹീറ്റ് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ അതിന് ഇനാക്റ്റീവ് ആയിട്ട് കുറച്ച് സമയം ആ ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ആ ഒരു ടാങ്കിൽ, നമ്മൾ മെൽറ്റ് ചെയ്ത ആ ടാങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ സംഭവിക്കും. അതായത് ഡെൻസിറ്റി ഡിഫറൻസിന്റെ ബേസിസിൽ പല സ്ട്രാറ്റാസ് ആയിട്ട് പല ലെയേഴ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു മെൽറ്റഡ് ബട്ടർ അറേഞ്ച് ചെയ്യും. അതായത് ഒരു സ്കം ലെയർ ഉണ്ടാവും, ഫാറ്റ് ലെയർ ഉണ്ടാവും, സീറം ലെയർ ഉണ്ടാവും, അങ്ങനെ പല പല ലെയേഴ്സ് ആയിട്ട് സ്ട്രാറ്റിഫിക്കേഷൻ നടക്കും. ഓക്കെ, 3 ലെയേഴ്സ് ആണ്, പല ലെയേഴ്സിലെ 3 ലെയേഴ്സ് ആയിട്ട് സ്ട്രാറ്റിഫിക്കേഷൻ നടക്കും. നമ്മുടെ സ്കം ലെയർ, ഫാറ്റ് ലെയർ, സിറം ലെയർ, ഇങ്ങനെ 3 ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ടെമ്പറേച്ചറും കൂടി നോട്ട് ചെയ്യുക, 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില കേസിൽ 85 ഡിഗ്രി സെൽഷ്യസ് വരെ കാണാറുണ്ട്. 80 to 85 ഡിഗ്രി സെൽഷ്യസ്, 30 മിനിറ്റ്സ് ആണ് അതിന്റെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്രീമിനെ അല്ലെങ്കിൽ ബട്ടറിനെ നമ്മൾ 80 to 85 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റ്സ് മെൽറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ അൺഡിസ്റ്റർബ് ആയിട്ട് കുറച്ച് സമയം ലീവ് ചെയ്തു. അപ്പം സ്ട്രാറ്റിഫിക്കേഷൻ ഇൻടു 3 ലെയേഴ്സ് സംഭവിച്ചു. ഓക്കെ, ഇതിലെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് അത് തേർഡ് ആണ്. അതായത് ഇറ്റ് ഇസ് ഡീനാച്ചുറഡ് പ്രോട്ടീൻ പാർട്ടിക്കിൾസ് അലോങ് വിത്ത് ഇംപ്യൂരിറ്റീസ് ആയിരിക്കും ടോപ്പ് ലെയർ എന്ന് പറയുന്നത്. മിഡിൽ ലെയർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഫാറ്റ് ആയിരിക്കും. ബോട്ടം ലെയർ എന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സിറം എന്ന് പറയാം. സിറം എന്ന് പറഞ്ഞാൽ ഇവിടെ സിറം എന്ന് ഉദ്ദേശിച്ചത് ബട്ടർ മിൽക്ക് ആണ്. മിഡിൽ ലെയർ എന്ന് പറയുന്നത് ക്ലിയർ ഫാറ്റ് ആണ്. സ്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഡീനേച്ചേർഡ് പ്രോട്ടീനെയാണ്. ഓക്കെ, സോ അങ്ങനെ 3 ലെയേഴ്സ്, സ്കം ലെയർ, ഫാറ്റ് ലെയർ, സിറം ലെയർ, അല്ലെങ്കിൽ ഡീനേച്ചേർഡ് പ്രോട്ടീൻ ലെയർ എന്ന് പറയാം, ക്ലിയർ ഫാറ്റ് ലെയർ എന്ന് പറയാം, ബട്ടർ മിൽക്ക് ലെയർ എന്ന് പറയാം. അങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് നമ്മുടെ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ മെൽറ്റഡ് ബട്ടർ ഈ 3 ലെയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ മിഡിൽ ലെയർ, ആ ഒരു ക്ലിയർ ഫാറ്റ് ലെയറിനെ നമ്മൾ കളക്ട് ചെയ്യും. ആൻഡ് ഈ ക്ലിയർ ഫാറ്റ് ലെയറിനെയാണ് പിന്നെ നമ്മൾ 114 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ഓൺലി ദ മിഡിൽ ലെയർ, നമുക്ക് ടോപ്പ് ലെയർ കൂടി എടുക്കാം. സിറം മാത്രം, അതായത് ആ ബട്ടർ മിൽക്ക് മാത്രം റിമൂവ് ചെയ്താൽ മതി. ടോപ്പ് ലെയറിനെയും മിഡിൽ ലെയറിനെയും നമുക്ക് ഹീറ്റ് ചെയ്യാം 114 ഡിഗ്രി സെൽഷ്യസിൽ. ദെൻ യു വിൽ ഗെറ്റ് മൈൽഡ് ഫ്ലേവേർഡ് ഗീ. ഓക്കെ, ഇതിനാണ് നമ്മൾ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച സെയിം സാധനങ്ങൾ തന്നെയാണ്. മിൽക്ക് എടുക്കുന്നു, വാം ചെയ്യുന്നു, ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, പാസ്ചറൈസ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ടേൺ ചെയ്യുന്നു, ബട്ടർ ഉണ്ടാക്കുന്നു. ഇത്രയും സ്റ്റെപ്പ് സെയിം ആണ്. പിന്നെ നമ്മൾ ബട്ടർ മെൽറ്ററിൽ ഇട്ടിട്ട് അതിനെ മെൽറ്റ് ചെയ്തെടുത്ത് പിന്നെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഗീ ബോയിലറിൽ. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കുമ്പോൾ ബോട്ടം ലെയറിനെ, ആ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ നടന്നിട്ടുള്ള ബോട്ടം ലെയറിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ടോപ്പ് ലെയറിനെയും മിഡിൽ ലെയറിനെയും, അതായത് ആ പ്രോട്ടീൻ ലെയറിനെയും ക്ലിയർ ഫാറ്റ് ലെയറിനെയും നമ്മൾ നെക്സ്റ്റ് അഗെയിൻ നമ്മൾ ബോയിൽ ചെയ്യും 114 ഡിഗ്രി സെൽഷ്യസിൽ. ദെൻ നമ്മൾ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഗീ ആയിട്ടും ഗീ റെസിഡ്യൂ ആയിട്ടും കിട്ടും. ഓക്കെ, ഇവിടെ 2 ടെമ്പറേച്ചേഴ്സ് പഠിക്കാനുണ്ട്. ഇനീഷ്യലി നമ്മൾ ഗീ ബോയിലറിൽ ഇടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോഴാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഹീറ്റിംഗ് ലെയർ, നമ്മൾ ഹീറ്റിംഗ് കൊടുക്കുന്നത് ആ സെക്കൻഡ് ലെയറിനും ഫസ്റ്റ് ലെയറിനും നമ്മൾ ഹീറ്റിംഗ് കൊടുക്കുന്നത് 114 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ 2 ടെമ്പറേച്ചേഴ്സ് ഈ ഒരു സ്റ്റെപ്പിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് സ്ലൈഡ് വായിക്കാം. Pre-stratification, it is a modification to the above method, involves heating the melted butter to 80 degrees Celsius, followed by quiescent storage at that temperature in a pre-stratification tank for several hours. Based on the density difference, the scum, fat and serum gets separated in different strata in the same tank. The lowermost serum portion is allowed to drain out through an outlet at the bottom of the tank, by which about 74% of the water present in white butter is removed. Thereafter, the mixture of scum, fat and curd is pumped to the ghee boiler for removal of remaining moisture, wherein the color and flavor of ghee is developed at 114 degrees Celsius. Rest of the step remains the same as discussed previously for creamery butter method. ഇത്രയാണ് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ളതുണ്ടോ? ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാല് ഇനി നമുക്ക് ഗീന്റെ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ എത്തി. നമുക്ക് കുറച്ചുകൂടി ഡിഫക്ട്സും അതിന്റെ പാക്കേജിങ്ങും സ്റ്റോറേജും കാര്യങ്ങളും മാത്രമേ നോക്കാനുള്ളൂ. ഡിഫക്ട് നമ്മൾ ഇത്രയും കാലം പഠിച്ച അതേപോലെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ഇതിൽ പഠിക്കാനില്ല. ഡിഫക്ട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അസിഡിക് ഡിഫക്ട് ആണ്, വിച്ച് ഇസ് കോസ്ഡ് ബിക്കോസ് ഓഫ് ദി
കുക്കിംഗ് ബട്ടർ വിത്ത് ഹൈ അസിഡിറ്റി, നമ്മൾ ഹൈ അസിഡിറ്റി ആയിട്ടുള്ള നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലെ, ഹൈ അസിഡിറ്റി ആയിട്ടുള്ള മിൽക്ക് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനും ആ ഒരു അസിഡിക് ഫ്ലേവർ വരും. സോ ദാറ്റ് ഇസ് ദ വൺ കോസ് ഓഫ് അസിഡിക് ഇഫക്ട് ഇൻ ഗീ എന്ന് പറയുന്നത്. അനദർ റീസൺ ഫോർ അസിഡിറ്റി ഇസ് ഹൈ ഇനീഷ്യൽ മോയ്സ്ചർ ഓഫ് ഗീ. ഓക്കെ, ഇനീഷ്യൽ മോയ്സ്ചർ കൂടി നിന്ന് കഴിഞ്ഞാലും ഈ പറഞ്ഞ അസിഡിക് ഇഫക്ട് വരാം. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും ഒപ്റ്റിമം അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. Then there is curdy defect. Curdy defect വരുന്നത് ക്രീം അല്ലെങ്കിൽ ബട്ടർ അൺകുക്ക്ഡ് ആവുന്ന സമയത്താണ് curdy defect വരുന്നത്. And another possible reason is that നമ്മൾ SNF content പ്രോപ്പർലി റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും curdy defect വരാം. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SNF content പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യുക ആൻഡ് നമ്മുടെ ക്രീം പ്രോപ്പർലി കുക്ക് ചെയ്യുക. ദാറ്റ് ഇസ് റിഗാർഡിംഗ് curdy defect. പിന്നെ പറയുന്നത് സ്മോക്കി ഡിഫക്റ്റിനെ പറ്റിയിട്ടാണ്. സ്മോക്കി ഡിഫക്ട് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ബേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്മോക്കി എൻവയൺമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ ഗീയിൽ വരും. അപ്പൊ അതിനാണ് സ്മോക്കി ഡിഫക്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ സ്മോക്കി ആയിട്ടുള്ള ഫയർ, ഓക്കെ, ക്ലിയർ അല്ലാത്ത സ്മോക്കി ആയിട്ടുള്ള പുക വരുന്ന രീതിയിലുള്ള ഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ ഫുഡിൽ വരും അല്ലെ. നമ്മൾ പല അറേബ്യൻ ഡിഷസ് മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ല, അതിലൊരു സ്മോക്കി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിൽ സ്മോക്കി ഫയർ യൂസ് ചെയ്യുന്നത്. സെയിം സംഭവം, അങ്ങനത്തെ ഒരു ഫയർ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫുഡിന് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരും. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ സ്മോക്കി എൻവയൺമെന്റ് അല്ലെങ്കിൽ ഫയർ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളതാണ് ബേൺഡ് ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ സെയിം കാര്യം. ബേൺഡ് ഫ്ലേവർ നമ്മൾ ബട്ടർ ഫാറ്റിനെ ഒരുപാട് ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബേൺഡ് ഫ്ലേവർ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ 114°C അല്ലെങ്കിൽ മാക്സിമം പറയുന്നത് 120°C യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ടെമ്പറേച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബേൺഡ് ഫ്ലേവർ വരും. ദെൻ ദർ ഇസ് ഫ്ലാറ്റ് ഫ്ലേവർ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, because of use of butter having very low curd content. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്തൊരു രീതി, ഓക്കെ, വളരെ കുറഞ്ഞ കേർഡ് കണ്ടന്റ് ഉള്ള ഒരു ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലാറ്റ് ഫ്ലേവർ വരാം. അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിനിങ് ലോ ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് അണ്ടർ വാക്വം. ഓക്കെ, നമ്മൾ വാക്വം കണ്ടീഷനിൽ വളരെ ലോ ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്തതെങ്കിലും ഈ ഒരു ഫ്ലാറ്റ് ഫ്ലേവർ വരാം. അപ്പൊ നമ്മൾ എന്താണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടറിൽ ഇനഫ് കേർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ചെയ്യാൻ പറ്റുക. Then there is hydraulic rancidity. അത് നമുക്കറിയാം, ബിക്കോസ് ഓഫ് ലോ ക്വാളിറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ ഹൈ ഹീറ്റ് ട്രീറ്റ്മെന്റ് കാരണമാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രീമിയം ക്വാളിറ്റി റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ദെൻ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഉണ്ടാവാം, വിച്ച് ഇസ് ബിക്കോസ് ഓഫ് ഇംപ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഡീഫോൾട്ട് പാക്കിംഗ്. ഓക്കെ, ഉള്ളിലേക്ക് എയർ അല്ലെങ്കിൽ സൺലൈറ്റ് ഒക്കെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ ഒരു സോർട്ട് ഓഫ് റാൻസിഡിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള പാക്കേജിങ്, പ്രോപ്പർ പാക്കേജിങ്, അതുപോലെ പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ചില കേസസിൽ ഗ്രീസി ആയിട്ടുള്ള ഡിഫക്ട് കാണാറുണ്ട്. അതുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രോപ്പർ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്താണ്, അതായത് തെർമൽ ഷോക്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഗ്രീസി ആയിട്ടുള്ള ഡിഫക്ട് വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫ്രിജറേഷൻ കൊടുക്കുക, അതുപോലെ പ്രോപ്പർ സ്റ്റോറേജ് ചെയ്യുക. സോ ദീസ് ആർ ദ ഡിഫക്ട് ഇൻ ഗീ. നമ്മൾ ഏതൊക്കെ ഡിഫക്ട് പഠിച്ചു, അസിഡിക് പഠിച്ചു, കേർഡി, സ്മോക്കി, ബേൺഡ്, ഫ്ലാറ്റ്, ഹൈഡ്രോളിക് റാൻസിഡിറ്റി, ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി, ഗ്രീസി. ഇതൊക്കെയാണ് ഗീയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഡിഫക്ട് എന്ന് പറയുന്നത്. Now finally packaging of ghee. Ghee pack ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്പോഷർ ഓഫ് ghee ടു ലൈറ്റ്, എയർ, വാട്ടർ വേപ്പർ ആൻഡ് മെറ്റൽ can cause deterioration of ghee as shown below. ഓക്കെ, നമ്മൾ ലൈറ്റിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഘീനെ നമ്മൾ പാക്ക് ചെയ്തു, ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ലൈറ്റിനെ കടത്തിവിടുന്നതാണെങ്കിൽ അവിടെ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഓക്സിഡേഷൻ ഓഫ് ഘീ സംഭവിക്കാം. അതുപോലെ എയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജൻ ആണുള്ളതെങ്കിൽ നേരത്തെ പഠിച്ച പോലെ ഓക്സിഡേറ്റീവ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ റാൻസിഡിറ്റി ഇൻ ഗീ ഉണ്ടാവാം. ഇനി വാട്ടർ വേപ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് റാൻസിഡിറ്റി സംഭവിക്കാം. നമുക്കറിയാം ഗീയിൽ കുറച്ച് മോയ്സ്ചറേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവാനേ പാടില്ല. ഒരു 0.5% കുറവേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ വാട്ടർ വേപ്പർ നമ്മളെ പെർമിയബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആണ്. വാട്ടർ വേപ്പർ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോളിക് റാൻസിഡിറ്റി ഉണ്ടാവും. ഈ മെറ്റൽ പാക്കേജിംഗ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അത് ഇറ്റ് ക്യാൻ കാറ്റലൈസ് ദ റാൻസിഡിറ്റി. സോ നമ്മൾ എങ്ങനെയാണ് ഗീ പാക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോർമലി പാക്കേജ്ഡ് ഇൻ മെറ്റൽ ക്യാൻസ്. അല്ലെ, നമ്മൾ നോർമലി കാണുന്ന RKG പോലത്തെ നെയ്യ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് മെറ്റൽ ക്യാൻസിലാണ് വരാറുള്ളത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ വേരിയസ് സൈസസ് വിച്ച് ആർ ഇന്റേണലി ലൈൻഡ് വിത്ത് എ നോൺ ടോക്സിക് ലാക്കർ. കാർഡ്ബോർഡ് ബോക്സസ് വിത്ത് ഇന്നർ ലൈനിങ് ഓഫ് പ്ലാസ്റ്റിക് ഫോയിൽ ഇസ് ഓൾസോ യൂസ്. നേരെ കാർഡ്ബോർഡ് ബോക്സ് അങ്ങനെ യൂസ് ചെയ്യുന്നല്ല, അതിനുള്ളിൽ ഒരു ഇന്നർ ലൈനിങ് ഓഫ് പ്ലാസ്റ്റിക് ഫോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗീനെ ഒരു കാർഡ്ബോർഡ് ബോക്സിലും പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. We can also use lacquered tins or cans and PVC container which are ideal to prevent permeability, oxidation, rancidity and tempering. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഗീ കാണുന്നത് അമൂലിന്റെ ബ്രാൻഡ് ആണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബ്രാൻഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം
they are stored in lacquered tins അല്ലെങ്കിൽ PVC പോലുള്ള മെറ്റീരിയലിന്റെ പൗച്ചസ് അല്ലെങ്കിൽ പാത്രങ്ങളിലാണ് ഗീ പാക്ക് ചെയ്തിട്ട് കാണാറുള്ളത്. So introduction of antioxidants and inert gases such as nitrogen, നമ്മൾ മുന്നേ പറഞ്ഞു ലേസ് പാക്കറ്റ്സിനൊക്കെ മുകളിൽ ആ ഒരു ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫ്ലഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ അതേ രീതിയിലുള്ള നൈട്രജൻ ഫ്ലഷിങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആന്റി ഓക്സിഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കേജിംഗ് മെറ്റീരിയൽ ഒരുപാട് കാലം സ്പോയിലേജ് ഇല്ലാതെ അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് കണ്ടാമിനേഷൻ ഇല്ലാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ഓഫ് ആന്റി ഓക്സിഡന്റ് ആൻഡ് ഇനേർട്ട് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ injected into the container before packaging to create an airtight lid may prevent air-induced oxidation and may therefore improve the ghee quality. Now coming to the packaging material, നമ്മൾ already പറഞ്ഞ കാര്യമാണ്. We've got tin cans, അല്ലെങ്കിൽ glass bottles, അല്ലെങ്കിൽ semi-rigid containers, finally flexible films, pouches and laminate. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ കോമൺലി കണ്ടുവരുന്നതും അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. And then to detect the adulteration of ghee, okay, last slides-ലേക്ക് എത്തിയിട്ടുണ്ട്. The adulteration of ghee നമ്മൾ ഓൾറെഡി മുന്നത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞു. ഏറ്റവും കോമൺലി വരുന്ന അഡൾട്ടറന്റ് എന്ന് പറയുന്നത് ഡാൽഡ അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഫാറ്റ് ആണ്. അപ്പൊ അതുപോലെ ഗീയിൽ എന്തെങ്കിലും അഡൾട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നത്. ഓക്കെ, the adulteration അല്ലെങ്കിൽ adulterants used by unscrupulous traders include hydrogenated vegetable oil, ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ അല്ലാതെ നമ്മൾ മിനറൽ ഓയിൽസ് കാണാറുണ്ട്, വാക്സസ് കാണാറുണ്ട്, വേറെ സോർട്ട് ഓഫ് വെജിറ്റബിൾ ഓയിൽസ് കാണാറുണ്ട്, ആൻഡ് ഈവൻ ചീപ്പ് ആനിമൽ ഫാറ്റ്. ഓക്കെ, ചീപ്പ് ആയിട്ടുള്ള ആനിമൽ ഫാറ്റ് അഡൾട്ടറന്റ് ആയിട്ട് പലപ്പോഴും ഗീയിൽ കണ്ടുവരാറുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചു ബോർഡേൺ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ്സിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബോർഡേൺ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ ബോർഡേൺ ടെസ്റ്റ് വിച്ച് ഇസ് സ്പെസിഫിക്കലി യൂസ്ഫുൾ ടു ഡിറ്റക്ട് ഡാൽഡ. നമുക്ക് എല്ലാ അഡൾട്രേഷനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെസ്റ്റ് സമ്മതിക്കില്ല. നമുക്ക് വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ മാത്രമേ ബോർഡോയിൻ ടെസ്റ്റ് സമ്മതിക്കുള്ളൂ. സോ യൂസിങ് ദാറ്റ് ടെസ്റ്റ്, അതാണ് FSSAI റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റിന്റെ പ്രസൻസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് റീസെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റു ടെസ്റ്റ് ആണ് ഹോൾസ് ടെസ്റ്റ് ഫോർ മിനറൽ ഓയിൽ, അതുപോലെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി TLC ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രേഷൻ വിത്ത് വനസ്പതി അല്ലെങ്കിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഓക്കെ, വനസ്പതി അല്ലെങ്കിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ ഉണ്ടോ നോക്കാൻ വേണ്ടി നമുക്ക് TLC യൂസ് ചെയ്യാം. അതുപോലെ മിനറൽ ഓയിൽസിന്റെ അഡൾട്രേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് ഹോൾസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ വിച്ച് ആർ ദ കോമൺ അഡൾട്രൻസ് ഇൻ ഗീ എന്ന് ചോദിച്ചാൽ ആനിമൽ ബോഡി ഫാറ്റ് ഉണ്ട്, റിഫൈൻഡ് അല്ലെങ്കിൽ ഡിയോഡറൈസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ പോലുള്ള ഓയിൽസ് ഉണ്ട്. ദെൻ വനസ്പതി, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വനസ്പതി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ അഡൾട്രേഷനിൽ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ബോർഡോയിൻ ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ actually the government says that all vanaspati must contain at least maximum of 5% sesame oil, which can be identified in ghee by this simple, it's a color test called this Bordone test. അതായത് നമ്മുടെ വനസ്പതിയിൽ 5% sesame oil പെർമിറ്റഡ് ആണ്. നമ്മുടെ ഗീയില് sesame oil ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് വനസ്പതി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് വനസ്പതിക്ക് മസ്റ്റ് ആയിട്ടും 5% sesame oil ഉണ്ടായിരിക്കണം. സോ നമ്മുടെ ഗീയില് സെസമി ഓയിലിന്റെ അംശം കണ്ടുപിടിച്ചാൽ അതിൽ വനസ്പതി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. ഇനിവേ ബോർഡോൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഡാൽഡന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഓൺലി മിനിമം ഓഫ് 3%. ഓക്കെ, by this means of test adulteration of ghee with vanaspati to an extent of 3% can only be detected. Now finally storage of ghee, നമ്മൾ പാക്കേജിംഗ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ the optimum temperature of storage is 21 degrees Celsius. Okay, അത് അങ്ങനെ പഠിച്ചു വെക്കുക. Recommended storage temperature for ghee എന്ന് പറയുന്നത് it is 21 degrees Celsius for a period of 12 months. Okay, 12 മാസം നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ 21 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോസ് കണ്ടാമിനേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. ഫോർ 12 months സ്റ്റോറേജ് 21 degree Celsius. Okay, at high temperature of storage, development of oxidized flavor, especially with ghee, which has appreciable initial acidity, is more pronounced. At low temperature storage, although it delays acid development, thereby prolongs shelf life, but it imparts greasy and pasty texture to ghee. ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ നോക്കേണ്ട ആ ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഓഫ് ghee is 21 degrees Celsius for a period of 12 months. Okay, so that is the end of ghee.
ഇനി എൻ പോയിന്റ് ഒരു പോയിന്റ് ഞാൻ മിസ് ആയിപ്പോയത് നമ്മൾ ഗീ പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു എൻ പോയിന്റ് ഗീ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് അതിന്റെ എൻ പോയിന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണ്. ദാറ്റ് ഇസ് വൺ പോയിന്റ്. ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഐ ഹാവ് നോട്ട് മിസ്ഡ് എനിത്തിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഗീ ക്ലിയർ ആണോ? അഡൾട്രേഷൻ, പാക്കേജിംഗ്, ഡിഫക്ട്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, പിന്നെ കുറച്ച് വാല്യൂസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് വാല്യൂസ് പറഞ്ഞു. Can somebody tell me how much is the RM value of ghee? Cow ghee? എത്രയായിരുന്നു? 26. Very good, 26. Free fatty acid percentage? 2.8 അല്ലെങ്കിൽ 3% ആണ്. ഓക്കെ. ഫാറ്റ് പെർസെന്റേജ് ഇൻ ഗീ എത്രയാണ്? 99 to 99.5. ഓക്കെ. ആൻഡ് മോയ്സ്ചർ കണ്ടന്റ്? Less than 0.5. യെസ്, വെരി ഗുഡ്. ഇനി ബ്യൂട്ടൈറോ റിഫ്രാക്ടോമീറ്റർ റീഡിംഗ് എത്രയാണ്? 40 to 45. 40 Yes, degrees 40 Celsius. to 45. Yes, very good. Okay, so നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു ഗീ.